ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക 1 മക്കബായർ 7-ാം അധ്യായമാണ്. ഡെമേത്രിയൂസ് ഒന്നാമൻ. 151-ാം ആണ്ട് സെലൂക്യസിന്റെ മകൻ ഡെമേത്രിയൂസ് റോമായിൽ നിന്ന് കുറെ ആളുകളോടുകൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി. അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവന് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം അന്തിയോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി. ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു, അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു. ഡെമേത്രിയൂസ് സിംഹാസനരൂഢനായി. ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു. പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽക്കിമൂസ് ആയിരുന്നു അവരുടെ നേതാവ്. അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി: യൂദാസും സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസ് എത്രയോ നാശങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയാളുകളെയും ശിക്ഷിക്കട്ടെ. തൻ്റെ സുഹൃത്തുക്കളിൽ ഒരുവനും നദിക്ക് അക്കരെയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബെക്കിദസിനെ രാജാവ് തെരഞ്ഞെടുത്തു. അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു. ഇസ്രായേല്യരോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു. അധർമ്മിയായ അൽക്കിമൂസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു. അവർ വലിയൊരു സൈന്യവുമായി യൂദാദേശത്തെത്തി. യൂദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബെക്കിദസ് ദൂതന്മാരെ അയച്ചു. എന്നാൽ അവരുടെ വാക്കുകൾക്ക് യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചില്ല. കാരണം വലിയ ഒരു സൈന്യത്തോടു കൂടിയാണ് ബെക്കിദസ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽക്കിമൂസിന്റെയും ബെക്കിദസിന്റെയും അടുത്തു ചെന്നു. ഇസ്രായേലിൽ ഹസിദേയരാണ് സമാധാന അഭ്യർത്ഥനയുമായി ആദ്യം ചെന്നത്. അവർ പറഞ്ഞു, അഹറോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത്. അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല. അൽക്കിമൂസ് സമാധാന പ്രിയനായി അവരോട് സംസാരിച്ചു. നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശപഥം ചെയ്തു. അവർ അവനെ വിശ്വസിച്ചു. പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ 60 പേരെ പിടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറുസലേമിന് ചുറ്റും ചിതറിച്ചു. അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരുന്ന വചനം അനുസരിച്ചു തന്നെ. അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിനിടയിൽ വ്യാപിച്ചു. അവർ പറഞ്ഞു, സത്യവും നീതിയും ഇല്ലാത്തവരാണ് ഇവർ. ശപഥം ചെയ്തുറപ്പിച്ച ഉടമ്പടി അവർ ലംഘിച്ചിരിക്കുന്നു. ഇതിനകം ബെക്കിദസ് ജെറുസലേമിൽ നിന്ന് ബെത്സേത്തിൽ പോയി പാളയമടിച്ചു. തന്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യമയച്ച് പിടിച്ചു കൊന്ന് ഒരു വലിയ കുഴിയിലെറിഞ്ഞു. അവൻ രാജ്യം അൽക്കിമൂസിനെ ഏൽപ്പിച്ചു. സഹായത്തിന് ഒരു സേനയെയും നിർത്തി. ബെക്കിദസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. അൽക്കിമൂസ് പ്രധാന പുരോഹിതനാകാൻ കിണഞ്ഞു പരിശ്രമിച്ചു. ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു. യൂദാദേശം അവർ കീഴടക്കി. ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു. അൽക്കിമൂസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു. അത് വിജാതിയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു. യൂദായിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു. നഗരവാസികൾ നാട്ടിൻ പുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി. യൂദാസും കൂട്ടരും ശക്തി ആർജിച്ചു വരികയാണെന്നും അവരെ
എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽക്കിമൂസ് മനസ്സിലാക്കി. അതിനാൽ അവൻ രാജാവിന്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി. നിക്കനോർ യൂദായിൽ. തന്മൂലം രാജാവ് യഹൂദരെ നശിപ്പിക്കാനുള്ള കൽപ്പനയുമായി തന്റെ പ്രഗത്ഭ സൈന്യാധിപന്മാരിൽ ഒരുവനും ഇസ്രായേലിന്റെ ബദ്ധശത്രുവുമായ നിക്കനോറിനെ അയച്ചു. നിക്കാനോർ ഒരു വലിയ സൈന്യവുമായി ജെറൂസലേമിൽ ചെന്നു. അവൻ യൂദാസിനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ ഒരു സമാധാന സന്ദേശം അയച്ചു. നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങളെ സൗഹാർദ്ദപൂർവം സന്ദർശിക്കാൻ കുറച്ചു പേരുമായി ഞാൻ വരാം. അവർ യൂദാസിന്റെ അടുത്തെത്തി. അവർ പരസ്പരം സമാധാനാശംസകൾ നേർന്നു. എന്നാൽ വൈരി യൂദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരുന്നു. ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നിക്കാനോർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു. അവൻ ഭയപ്പെട്ട് നിക്കാനോറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു. തന്റെ തന്ത്രം പുറത്തായെന്ന് അറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനോർ കഫസലാമയിലേക്ക് പോയി. അവന്റെ സൈന്യത്തിലെ 500ഓളം പേർ നിലം പതിച്ചു. ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു. ഇത് കഴിഞ്ഞ് നിക്കാനോർ സിയോൻ മലയിലേക്ക് പോയി. ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കാനും രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു. എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവം ദുഷിച്ചു സംസാരിക്കുകയും ചെയ്തു. അവൻ രോഷാകുലനായി ശപഥം ചെയ്തു, ഇപ്രാവശ്യം യൂദാസും സൈന്യവും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും. അനന്തരം അവൻ ക്രുദ്ധനായി ഇറങ്ങിപ്പോയി. ഇത് കേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തെരഞ്ഞെടുത്തു. അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ട് തന്നെ. ഇവനോടും ഇവന്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക. അവരെല്ലാവരും വാളിനിരയാകട്ടെ. അവരുടെ ദൈവദൂഷണങ്ങൾ അങ്ങ് ഓർക്കുക. അവർ ഇനി നിമിഷ നേരം ജീവിക്കാതിരിക്കട്ടെ. നിക്കാനോർ ജെറുസലേമിൽ നിന്ന് ബേത് ഹോറോണിലെത്തി പാളയമടിച്ചു. സിറിയൻ പട്ടാളം അവനോട് ചേർന്നു. യൂദാസ് 3000 സൈനികരോട് കൂടി അദാസായിലും പാളയമടിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ. അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കുക. നിക്കാനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ. അവന്റെ ദുഷ്ടതയ്ക്കനുസൃതമായി അവനെ വിധിക്കണമേ. ആദാർ മാസം 13-ാം ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി. നിക്കാനോറിന്റെ സൈന്യം പരാജയമടഞ്ഞു. അവൻ തന്നെയാണ് ആദ്യം നിലം പതിച്ചത്. നിക്കാനോർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ആദാസായിൽ നിന്ന് ഗസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു. അപ്പോഴും യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുധാവനം ചെയ്തിരുന്നവരുടെ നേരെ തിരിച്ചോടിച്ചു. അങ്ങനെ അവരെല്ലാവരും വാളിനിരയായി. ഒരുവൻ പോലും ശേഷിച്ചില്ല. യഹൂദർ അവരെ കൊള്ളയടിച്ചു. നിക്കാനോറിന്റെ ശിരസും അവൻ ധിക്കാരപൂർവം നീട്ടിയ വലത്തുകൈയും ഛേദിച്ച് ജെറുസലേമിന് തൊട്ടു വെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിനു വെച്ചു. ജനങ്ങൾ ആനന്ദതുന്തിലരായി. ആ ദിവസം അവർ ആഹ്ലാദപൂർവം കൊണ്ടാടി. ആണ്ടുതോറും ആദാർ മാസം 13-ാം ദിവസം ഇതിന്റെ ഓർമ്മ ദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെ യൂദാദേശത്ത് കുറെ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു.